ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു സബ്ജക്റ്റ്, പുതിയൊരു ടോപ്പിക്കായിട്ടാണ്. നമ്മൾ കേരള ബാങ്കിങ്ങിൻ്റെ ബാങ്കിങ് എന്നൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് അറിയാം കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വേഗം പഠിച്ച് തീർത്തിട്ട് കൂടുതൽ സമയം റിവിഷൻ നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ബാങ്കിങ് എന്നത്. സോ ബാങ്കിങ്ങിൻ്റെ ചെറിയൊരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോവാം, ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയ സെൻട്രൽ ബാങ്കിങ്ങിനെ പറ്റിയാണ്. എന്താണ് സെൻട്രൽ ബാങ്കിങ്? നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിലുള്ള സെൻട്രൽ ബാങ്കിങ് ഏതാണ്, അതിൻ്റെ വിവിധങ്ങളായ ഫങ്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ജസ്റ്റ് മനസ്സിലാക്കി പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് സെൻട്രൽ ബാങ്ക്. A central bank is a financial institution that manages a country's currency, monetary policy and money supply. Central banks are also known as reserve banks, national banks or monetary authority. അതായത് ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട ആ രാജ്യത്തിൻ്റെ കറൻസി അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ മോണിറ്ററി പോളിസി അല്ലെങ്കിൽ മണി സപ്ലൈ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഫൈനൽ അതോറിറ്റിയാണ് നമ്മൾ എന്ത് പറയുക, ഒരു സെൻട്രൽ ബാങ്ക് എന്ന് പറയാം. ആ രാജ്യവുമായി ബന്ധപ്പെട്ട എക്കണോമിയിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മണി സപ്ലൈ, അതേപോലെ തന്നെ ഫിനാൻഷ്യലായിട്ട് കറൻസി സപ്ലൈ ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ ഇറക്കുക, ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു വിധത്തിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാവാം? ചിലപ്പോൾ ആ സെൻട്രൽ ബാങ്കിന് പല രാജ്യത്തും പല പേരുകളായേക്കാം അല്ലെ. ചിലപ്പോൾ റിസർവ് ബാങ്ക് എന്നറിയപ്പെടാം, അല്ലെങ്കിൽ നാഷണൽ ബാങ്ക് എന്നറിയപ്പെടാം, അതല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റീസ് എന്നും അറിയപ്പെടാം. സോ ഇതൊക്കെയാണ് സെൻട്രൽ ബാങ്ക് എന്ന് വെച്ചാൽ നമ്മൾ പറയാൻ പറ്റുന്ന കാര്യം. നമ്മളെ രാജ്യം, അതായത് നമ്മൾ ഇന്ത്യ രാജ്യത്താണ് നിൽക്കുന്നത് അല്ലേ. നമ്മൾ ഇന്ത്യയിലെ ഒരു സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മളെ രാജ്യത്തെ സെൻട്രൽ ബാങ്ക്. അതായത് എല്ലാ ബാങ്കിനെയും, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ബാങ്കുകളെയും അതോറിറ്റി ചെയ്ത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റി ഓഫ് ബോഡിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI എന്ന് പറയുന്നത്. നമുക്കറിയാം RBIന്റെ ഒരു ചിഹ്നം, അതായത് ലോഗോ ആണ് അതായത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളെ RBI ഉണ്ടാവുക. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നതൊക്കെ RBIനെ പറ്റിയാണ്. RBI എങ്ങനെ വന്നു, അതേപോലെ RBIയുടെ നാൾവഴികൾ ഏതൊക്കെയാണ്, ഇപ്പോൾ RBIയുടെ ഗവർണർ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. RBI ആണ് അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഏത് ആക്ട് പ്രകാരം? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരമാണ്. 1934 റിസർവ് ബാങ്ക് ആക്ട് പ്രകാരമാണ് 1935 നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നു. നമുക്കറിയാം 1935 കാലഘട്ടം നമുക്ക് സ്വാതന്ത്ര്യം നമ്മൾ ഇന്ത്യയിൽ ലഭിച്ചിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് മുന്നെയാണ് RBI അവിടെ എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇന്ത്യയിൽ രൂപീകരിക്കുന്നത്. അത് ആര് റെക്കമെൻഡേഷൻ പ്രകാരമാണ്? നോക്കൂ, ദ RBI ഒറിജിൻസ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ റെക്കമെൻഡേഷൻ ഓഫ് ദ റോയൽ കമ്മീഷൻ. റോയൽ കമ്മീഷൻ എന്ന കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമ്മളെ രാജ്യത്ത് ഒരു സെൻട്രൽ ബാങ്ക് വേണം എന്ന രീതിയിൽ ഒരു റെക്കമെൻഡേഷൻ അവിടെ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ എന്താ, റോയൽ കമ്മീഷൻ അല്ലെങ്കിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നും അത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കമ്മീഷനാണ് നമ്മുടെ രാജ്യത്ത് ഒരു സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം വേണമെന്നുള്ളൊരു റെക്കമെൻഡേഷൻ നമുക്ക് ആർക്ക് കൊടുക്കുന്നത്? അവിടുത്തെ ഭരണാധികാരികൾക്ക് കൊടുക്കുന്നത്. ആ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമുക്കൊരു സെൻട്രൽ ബാങ്ക് നമ്മളെ ഇന്ത്യയിൽ വേണം എന്ന രീതിയിൽ ഒരു ബാങ്ക് അവിടെ രൂപീകരിക്കുന്നത്. സോ അവിടെ നോക്കേണ്ട കാര്യം ഏത് കമ്മീഷനാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. റോയൽ കമ്മീഷൻ എന്ന് പറയും. ആ കമ്മീഷൻ പ്രകാരമാണ് അവിടെ എന്ത് വന്നത്, നമുക്കൊരു സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം വേണമെന്ന് തീരുമാനം എടുക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് RBI രൂപീകൃതമായത്. RBIയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നതാണ് സ്മിത്ത് ആണ് അല്ലെ. RBIയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്, അന്നേരം നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല, അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് കാരായിരുന്നു ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആദ്യത്തെ ഇന്ത്യൻ ആയിട്ട് വന്നത്, അതായത് ആദ്യത്തെ ഇന്ത്യൻ ആയിട്ട് നമ്മളെ ഗവർണറായി വന്നത് CD ദേശ്മുഖാണ്. ദേശ്മുഖാണ് നമ്മളെ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണറായിട്ട് വന്നത്. അത് 1937 ആദ്യമായിട്ട് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. രൂപീകൃതമായിരിക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ടയിൽ വെച്ചായിരുന്നു ആദ്യം RBI രൂപീകൃതമായത്. അതിനുശേഷം 1937 അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എങ്ങോട്ടേക്ക് മാറി? മുംബൈയിലേക്ക് മാറ്റപ്പെട്ടു എന്ന് പറയുന്നു.
ആ ബാങ്കാണ്, നമ്മളെ റിസർവ് ബാങ്കാണ് ആദ്യമേ എന്ത് ചെയ്തത്, ആ ബാങ്ക് നാഷണലൈസ് ചെയ്തു. 1949 അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബാങ്കും കൂടി നാഷണലൈസേഷൻ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. നമ്മൾ ആദ്യത്തെ ഗവർണർ, അതായത് ഇന്ത്യൻ ആയിട്ടുള്ള ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആണ്. കൂടാതെ 1937 അതുവരെ കൽക്കട്ടയിൽ രൂപീകൃതമായിരിക്കുന്ന RBIനെ 1937 മുംബൈയിലേക്ക് എന്ത് ചെയ്തു, അങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 1949 ആ ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണലൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട RBIയുടെ ചില പോയിന്റ്സ് നമുക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് RBIയുടെ സ്ട്രക്ചർ നോക്കാം. RBIന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അവിടെ നോക്കൂ, ഗവൺമെന്റ് നമുക്ക് ഒരു സെൻട്രൽ ബോർഡാണ് RBI ഭരിക്കുന്നത്. ഒരു സെൻട്രൽ ബോർഡാണ് അവിടെ RBI ഭരിക്കുന്നത്. 21ഓളം മെമ്പേഴ്സ് അതിലുണ്ട്. ഓക്കെ, എങ്ങനെയാണ് അവിടെ വരുന്നത് നോക്കൂ. അവിടെ 21ഓളം മെമ്പേഴ്സ് ആണ് അവിടെ ഉള്ളത്. അവിടെ ഉള്ള ആൾക്കാർ നമുക്ക് ആരൊക്കെ നോക്കാം. അവിടെ ഉള്ളത് ഒരു ഗവർണർ, RBIയുടെ ഒരു ഗവർണർ, ദെൻ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ്, 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ്, ദെൻ 2 ഫിനാൻഷ്യൽ മിനിസ്ട്രി റെപ്രസെൻറ്റേറ്റീവ്, 2 ഫിനാൻഷ്യൽ മിനിസ്ട്രിയുടെ റെപ്രസെൻറ്റേറ്റീവ് 2 ആൾക്കാരുണ്ട്. ദെൻ 10 ഗവൺമെന്റ് നോമിനേറ്റഡ് ഡയറക്ടേഴ്സ്, ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന 10 ഡയറക്ടേഴ്സ് ഉണ്ട്. കൂടാതെ നമുക്കറിയാം അവിടെ ബാങ്കിന് ചില ബ്രാഞ്ചസോ ഏരിയാസോ ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ഉണ്ടാവും നമുക്കറിയാം. അതേപോലെ തന്നെ RBIയുടെ 4 ലോക്കൽ ബോർഡ്സ് ആര് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഏരിയ, അത് വെസ്റ്റേൺ ഈസ്റ്റേൺ എന്ന രീതിയിൽ 4 ബോർഡുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ഒന്ന് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ ആൻഡ് ഡൽഹി എന്ന രീതിയിൽ വരുന്നത്. ഈ 4 ഏരിയകളിലെയും ഡയറക്ടേഴ്സ്, ഈ 4 ഏരിയകളിലും റെപ്രസെന്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ്, ഇത്രയുമാണ് ഒരു RBIയുടെ ഭരിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം. അവിടെ ടോട്ടൽ നമുക്ക് പറയാൻ ആ ഒരു ബോർഡാണ് അല്ലെ, സെൻട്രൽ ബോർഡാണ് RBI ഭരിക്കുന്നത്. സോ ആ സെൻട്രൽ ബോർഡിൽ ഇത്രയും ആൾക്കാർ, ഒരു ഗവർണർ, 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്, 2 ഫിനാൻഷ്യൽ മിനിസ്ട്രി റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, ദെൻ 10 ഗവൺമെന്റ് നോമിനേറ്റഡ് ഡയറക്ടേഴ്സ് ഉണ്ട്, ദെൻ 4 ഡയറക്ടേഴ്സ്, അതായത് ലോക്കൽ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട 4 ഡയറക്ടർ റെപ്രസെന്റേറ്റീവ് ആൾക്കാരുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ ചേർന്നാണ് നമ്മളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് അതായത് ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ട് നയിക്കുന്നത്. ഓക്കെ, നോക്കാം. നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBIക്ക് 4 ആയിട്ടുള്ള റീജിയണൽ ലോക്കൽ ബോർഡ്സ് ഉണ്ട്. അതാണ് നമുക്ക് പറയുന്നത് ഓരോ ഏരിയയിലും, നമ്മൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇന്ത്യനെ മാപ്പിനെ സംബന്ധിച്ചിടത്തോളം 4 ഏരിയകൾ അല്ലെ, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന രീതിയിൽ 4 ഏരിയകളുണ്ട്. ആ 4 ഏരിയകളിലെയും റെപ്രസെന്റേറ്റീവ് ആയ ആൾക്കാരും ഉണ്ട്. നോക്കൂ, ഇവിടെ നോക്കാം. നോർത്ത് ഏരിയ, അതായത് 4 ഏരിയ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന രീതിയിൽ 4 ലോക്കൽ ബോർഡ്സ് ആയി തിരിച്ചിട്ടുണ്ട്. നോർത്ത് ഏരിയയില് അത് ലൊക്കേറ്റഡ് ചെയ്യുന്നത്, അതിന്റെ ബോർഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ന്യൂഡൽഹിയിലാണ്. നോർത്ത് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ്, നമ്മൾ ഇന്ത്യയുടെ നമുക്ക് 4 ആയിട്ട് തരംതിരിച്ചാല് നോർത്ത് ഏരിയയിൽ അവിടെ എവിടെയാണ്, ന്യൂഡൽഹിയിലാണ് അതിന്റെ എന്തായിട്ടുള്ള റീജിയണൽ ബോർഡ്, അവിടെ റീജിയണൽ ലോക്കൽ ബോർഡ് ഉള്ളത്. ദെൻ സൗത്തിൽ വരുമ്പോഴോ, സൗത്തിൽ വരുന്ന സമയത്ത് അവിടെ ചെന്നൈയിലാണ് അല്ലെ. സൗത്ത് ഏരിയയിൽ വരുമ്പോൾ അവിടെ ചെന്നൈയിലാണ് നമുക്ക് എന്നുള്ളത് ആ ലോക്കൽ ബോർഡ്സ് ഉള്ളത്. ദെൻ ഈസ്റ്റ് ഏരിയയിൽ വരുമ്പോൾ കൊൽക്കത്തയും, ദെൻ വെസ്റ്റ് ഏരിയയിൽ വരുമ്പോൾ മുംബൈയും ആണ് അല്ലെ. നമ്മൾ ഇന്ത്യനെ തരംതിരിച്ചാല് നമ്മളെ ഏറ്റവും ഇവിടെ ഡൽഹിയിൽ ഇവിടെ വരും, അതേപോലെ തന്നെ ഇവിടെ ചെന്നൈ വരും, ഇവിടെ കൊൽക്കത്ത വരും, ദെൻ ഇവിടെ മുംബൈ വരും. ഇത്തരത്തില് 4 ഏരിയകളെ, ഇന്ത്യയുടെ 4 ഏരിയകളിലെയും ഒരു റീജിയണൽ ലോക്കൽ ബോർഡ്സ് അവിടെ ഉണ്ട്. ആ ബോർഡ്സിലും കൂടി ആൾക്കാരാണ് ഇവിടെ നമ്മളെ മെമ്പേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്, അവിടെ ഡയറക്ടേഴ്സിൽ മെമ്പേഴ്സ് ആയി ഇരിക്കുന്നത്. അപ്പോൾ 4 ഏരിയ ആണ്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂഡൽഹി, ചെന്നൈ, കൊൽക്കത്ത ആൻഡ് മുംബൈ ആണ് ആ ഏരിയകൾ നമുക്ക് വരാനുള്ളത്. ഓക്കെ, ദെൻ ഇപ്പോഴത്തെ, അതായത് ഇപ്പോൾ സ്റ്റില്ലായിട്ട് ഇവിടെ ഇപ്പോഴത്തെ നമ്മൾ RBI ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആണ്. നമ്മൾ RBI ഗവർണർ എന്ന് പറയുന്നത്, അദ്ദേഹം അപ്പോയിന്റ് ചെയ്തത് എപ്പോഴാണ്, ഒക്ടോബർ 2021 വരെയാണ്. അദ്ദേഹം ഡിസംബർ 2024 വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇപ്പൊ ശക്തികാന്ത ദാസ് ആണ് നമ്മൾ നിലവിൽ ഇപ്പോഴത്തെ RBI ഗവർണർ ആയിട്ട് നമ്മളെ കൂടെ ഉള്ളത്. ദെൻ നമുക്ക് നോക്കാം RBIയുടെ ഒരു വളർച്ചയെ നമുക്ക് ക്രോണോളജിക്കലി നമ്മൾ അടയാളപ്പെടുത്തിയാൽ എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം. നോക്കാം. ആദ്യത്തെ 1926 1926 റോയൽ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഈ വർഷം നമുക്ക് നോക്കാം. 1926 റോയൽ കമ്മീഷനാണ് റെക്കമെൻഡേഷൻ കൊടുത്തത് എന്ത്, നമ്മുടെ ഇന്ത്യക്ക് ഒരു സെൻട്രൽ ബാങ്ക് വേണം എന്ന രീതിയിൽ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് 1926 അതുമൂലം 1933 അവിടെ ഒരു ബില്ല് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അതെന്ത് ചെയ്തില്ല, അത് അന്നേരം സഫലമാക്കാൻ പറ്റിയില്ല. ചില കാരണങ്ങളാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബില്ല് നമുക്ക്
കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചില്ല. അന്നേരം ബ്രിട്ടീഷ് സർക്കാരാണുള്ളത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബില്ല് കൊണ്ടുവരാൻ സാധിച്ചില്ല. ദെൻ അത് കഴിഞ്ഞ് 1934 വരുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, ഒരു ആക്ട് അവിടെ പാസ്സാക്കാണ്, RBI ആക്ട്. അത് പ്രകാരം നമുക്ക് ഇന്ത്യക്ക് ഒരു ബാങ്ക്, നമുക്കൊരു സെൻട്രൽ ബാങ്ക് വേണം നമ്മുടെ തീരുമാനിക്കുകയാണ്. അതിനനുസൃതമായ 1935 അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് April 1, 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകൃതമാവുന്നുണ്ട്. അപ്പോൾ 1926 റോയൽ കമ്മീഷൻ നമ്മളെ രാജ്യത്ത് ഒരു സെൻട്രൽ ബാങ്ക് വേണമെന്ന് പറഞ്ഞ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ 1933 ആ എഗ്രിമെന്റ്, അതായത് ആ ബില്ല് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പാസ്സാക്കാൻ പറ്റിയില്ല. ദെൻ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അവിടെ പാസ്സാക്കുകയാണ്. തുടർന്ന് 1935 ഇന്ത്യക്ക് ഒരു റിസർവ് ബാങ്ക്, അതായത് സെൻട്രൽ ബാങ്ക് എന്ന രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ എന്താണ്, രൂപീകൃതമായിട്ട് വരികയാണ്. ദെൻ അത് കഴിഞ്ഞു 1949, 35 നമ്മൾ എന്താക്കി, രൂപീകരിച്ചു. ദെൻ 49 നമ്മളെ ബാങ്ക് എന്താവാൻ പോകുന്നതാണ്, നമ്മളെ ബാങ്ക് നാഷണലൈസേഷൻ ചെയ്യാൻ പോവാണ് അല്ലെ. നമ്മളെ ബാങ്ക് നാഷണലൈസേഷൻ ചെയ്തു. നമ്മളെ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സെൻട്രൽ ബാങ്കിങ് അതോറിറ്റി, അതായത് ബാങ്കേഴ്സ് ബാങ്ക് ആയിട്ട് അവിടെ റിസർവ് ബാങ്കിനെ മാറ്റുകയാണ്. ദെൻ അവിടെ 1961 the RBI established the deposit insurance system to restore trust of the national banking system. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, RBI പുതിയ ഒരുപാട് സിസ്റ്റംസ് ഒക്കെ അവിടെ രൂപീകരിക്കുന്നുണ്ട്. ദെൻ 64 RBIയുടെ സബ്സിഡറി ആയിട്ട് IDBI അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകൃതമാവുന്നുണ്ട്. അത് ലോങ് ടേം ഇൻഡസ്ട്രിയൽ ഫിനാൻസിന് വേണ്ടിയിട്ട് സബ്സിഡറി ആയിട്ട് 1963 IDBI അവിടെ രൂപീകൃതമാവുന്നുണ്ട്. ദെൻ 1975 KR പുരി ഈസ് അപ്പോയിന്റഡ് ആസ് എ ഗവർണർ ഓഫ് RBI. 1975 KR പുരി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവർണർ ആയിട്ട് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇപ്പോഴടുത്ത് 2016 നമ്മൾ റീസെന്റ് ആയിട്ട് 1975 ശേഷം ഒരുപാട് ആൾക്കാർ, ഉർജിത് പട്ടേൽ ആയിക്കോട്ടെ, രഘുരാം രാജൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, RBIയുടെ ഗവർണർ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ദെൻ 2016 നമ്മളെ ഇപ്പോഴടുത്ത് നടന്ന 2016 ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അമെൻമെന്റ് ദ RBI ആക്ട് ടു എസ്റ്റാബ്ലിഷ് എ മോണിറ്ററി പോളിസി കമ്മിറ്റി. അവിടെ മോണിറ്ററി പോളിസി എന്ന കമ്മിറ്റി കൂടി അവിടെ എന്താക്കിയിട്ടുണ്ട്, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2016 നടന്നത്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട RBIയുടെ നാൾവഴികൾ. അതായത് 1926 മുതൽ 2016 വരെ RBI ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നാൾവഴികളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നമുക്കറിയാം ഒരുപാട് ഗവർണേഴ്സ് RBIയുടെ പേരിൽ, RBIയുടെ ഒരുപാട് ഗവർണേഴ്സ് നമ്മളെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്തു, അവരൊക്കെ പുതിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. എല്ലാം നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി തന്നെയാണ്. സോ ഇതൊക്കെയാണ് RBIയുടെ കേസിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് മാത്രമല്ല, ഇത് പ്രധാനപ്പെട്ട നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ മാത്രമായിട്ടേ ഉള്ളൂ. ഇനി എന്തൊക്കെ ആവശ്യമാണ്, RBIയുടെ ഫംഗ്ഷൻസ് ആവശ്യമാണ് അല്ലേ. എന്തൊക്കെയാണ് RBIയുടെ ഫംഗ്ഷൻസ്, ഇഷ്യൂയിങ് നോട്ട്, ബാങ്കേഴ്സ് ബാങ്ക് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, RBIയുടെ ഫംഗ്ഷൻസ് പോകുന്നുണ്ട്. ദെൻ RBIയുടെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ RBIയുടെ വിവിധ തരങ്ങളെ റേറ്റിംഗ് അല്ലേ. നമുക്കറിയാം അവിടെ ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, CRR, SLR, ഇങ്ങനെ ഒരുപാട് റേറ്റുകളെ പറ്റി പറയാനാണ്. ഇതൊക്കെ പറഞ്ഞാൽ RBIയുടെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ ഒരു കാര്യം വെച്ച് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്കറിയാം കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് 1 മാസം കൂടി നമ്മളെ മുന്നിലുള്ളൂ. സോ അവസാനഘട്ട പരിശീലനം നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടി, ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു 30 ഡേ ക്രാഷ് ബാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അവസാനവട്ട റിവിഷൻ നല്ല രീതിയിൽ നിങ്ങളെ പെർഫോമൻസിനെ അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഞങ്ങളുടെ സവിശേഷത സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. അതേപോലെ ഓരോ മൊഡ്യൂൾ വൈസ്, ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസ് ഉണ്ടാവും. അത് എല്ലാ സബ്ജക്റ്റിനും, ഒരു സബ്ജക്റ്റ് മാത്രമല്ല, കേവലം ബാങ്കിങ് മാത്രമല്ല, കോർപ്പറേഷൻ, IT തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ലൈവ് ക്ലാസ് ഉണ്ടാവും. കൂടാതെ കൊറി ഹാൻഡ്ലിങ്, മെന്റർഷിപ്പ് പ്രോഗ്രാം, അതുപോലെ എക്സാംസ്, ഡെയിലി ടോപ്പിക് റിവിഷൻ, ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ 30 ഡേ ക്രാഷ് കോഴ്സ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നുണ്ട്. മടിച്ചു നിൽക്കേണ്ട, അവസാന വട്ടത്തിലെ റിവിഷൻ നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നുണ്ട്. സോ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതായത് RBIയുടെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെ ബൈ.